ജമാഅത്തെ ഇസ്ലാമിയെയും എസ്ഡിപിയെയും അനുകൂലിച്ച സി.പി. ജോൺ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടുന്നതിൽ തെറ്റില്ലെന്ന സി.എം.പി. ജനറൽ സെക്രട്ടറി സി.പി. ജോൺ പറഞ്ഞു. വർഗീയതയായാലും ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ്ഡിപിയുടെയും കൂടെ നിൽക്കണമെന്നും സി.പി. ജോൺ അറിയിച്ചു. അപ്പൊ അതത് കാലത്ത് ഓരോ പ്രസ്ഥാനങ്ങളെ അങ്ങ് ബ്രാൻഡ് ചെയ്യാണ്. അന്ന് അഖിലേന്ത്യാ മുസ്ലിം ലീഗിനെയാണ് ബ്രാൻഡ് ചെയ്തത്. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്തെങ്കിലും വർഗീയവാദിയായിട്ടുണ്ടോ? അവർ അടിയന്തരാവസ്ഥയെ എതിർത്ത് ജയിലിൽ പോയ ആളുകൾ, ചെറിയ മമ്മൂക്ക അടക്കമുള്ള ആളുകൾ. ഇത് ബ്രാൻഡ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഹിന്ദു കാർഡ് കളിക്കാനാണ്, ഭൂരിപക്ഷ കാർഡ് കളിക്കുക. കേരളത്തിൽ ഏറ്റവും വികൃതമായ ഭൂരിപക്ഷ കാർഡ് കളിച്ചത് 87-ൽ EMS നമ്പൂതിരിപ്പാടാണ്. അതുകൊണ്ട് എനിക്ക് SDPIയുടെ രാഷ്ട്രീയ നയത്തോടൊന്നും യോജിപ്പില്ല. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നേതാവ് പറയുന്നത് എന്താണ്? വർഗീയതയായാലും എസ്ഡിപിയെയും ജമാഅത്തെ ഇസ്ലാമിയെയും അനുകൂലിക്കണമെന്ന് തന്നെയാണോ? അതുതന്നെയാണോ ഇനി മുതൽ CMPയുടെ നയവും കൂടി? കാരണം അതിൽ വിശ്വസിക്കുന്ന അണികളെ, അതിൽ വിശ്വസിക്കുന്ന ജനങ്ങളെ കൂടി കബളിപ്പിക്കുന്ന തരത്തിലേക്കല്ലേ അദ്ദേഹത്തിന്റെ പ്രസ്താവന എത്തി നിൽക്കുന്നത്? ദേവിക, കോൺഗ്രസ് ഉൾപ്പെടുന്ന UDF മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് CMP എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ആ CMPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ CP ജോണാണ് ഇത്തരത്തിൽ ന്യൂനപക്ഷ വർഗീയ പാർട്ടികളെ കൂടെ ചേർക്കണമെന്നൊരു നിലപാടുമായി പരസ്യമായി രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടുന്നതിൽ തെറ്റില്ല എന്നാണ് CP ജോൺ ഇന്ന് കണ്ണൂരിൽ പറഞ്ഞത്. RSSനെ എതിർക്കുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കേണ്ടതില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. മറ്റൊരു കാര്യം, വർഗീയതയായാലും ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും കൂടെ നിൽക്കണമെന്നൊരു കാര്യം കൂടി CP ജോൺ പറയുന്നുണ്ട്. അതായത് ന്യൂനപക്ഷ വർഗീയത കാണിക്കുന്ന പാർട്ടി ആയാലും കുഴപ്പമില്ല, തങ്ങളുടെ കൂടെ നിൽക്കണമെന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് നമുക്കറിയാം, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് UDFനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം 2 തവണ ഭരണം നഷ്ടപ്പെട്ടതോടുകൂടി മുന്നണി ദുർബലമാകുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കൂടി മുന്നണിക്ക് ഭരണം പിടിക്കാനായില്ലെങ്കിൽ പിന്നീടൊരു തിരിച്ചുവരവ് അസാധ്യമാകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ജയിക്കുക എന്നൊരു നിലപാടോടുകൂടിയാണ് ഇത്തരത്തിൽ SDPIയെയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെയും പോലുള്ള മതമൗലികവാദ പാർട്ടികളുമായി ഒപ്പം ചേർന്നുകൊണ്ട് അവരെ കൂടെ ചേർക്കണമെന്നൊരു നിലപാട് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്ക് നേരത്തെ കോൺഗ്രസ് നേതാവായ K മുരളീധരൻ അടക്കം ഈ ഒരു നിലപാട്, അനുകൂല നിലപാട് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും നമുക്കറിയാം, കേരള സമൂഹം കണ്ടിട്ടുള്ളതാണ് SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും രാഷ്ട്രീയം എന്താണെന്ന്. അത്തരത്തിലിരിക്കെ എന്ത് ധൈര്യത്തിലാണ്, അല്ലെങ്കിൽ എന്തൊരു വരുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണോ ഇത്തരം ഒരു പരസ്യമായ നിലപാടുമായി UDFിലെ ഒരു ഘടക കക്ഷി തന്നെ പരസ്യമായി രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിമർശനപരമായിട്ട് ഉന്നയിക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ള ചോദ്യം. ഏതായാലും ഇത് CP ജോണിന്റെ പ്രസ്താവന വരും ദിവസങ്ങളിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്രയും കാലം മാറ്റി നിർത്തപ്പെട്ട, പൊതുസമൂഹത്തിൽ അത്ര സ്വീകാര്യമല്ലാത്ത 2 പാർട്ടികളെ ഒപ്പം ചേർക്കണമെന്ന് പറയുന്നത് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു തന്നെയാണ് എന്നൊരു കാര്യം തന്നെയാണ് ഉയരുന്നത്. അത് CP ജോണിന്റെ ഈ ഒരു പ്രസ്താവന വരും ദിവസങ്ങളിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ദേവിക.